ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നൊരു കുട്ടി വളരെ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മീ റിമാസ് സ്കൂപ്സ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി, ഇതൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവിടെ പോകുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ യാത്രയ്ക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് ഗൈസ് പെട്രോൾ. ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ CGHS ഡിസ്പെൻസറി ആണ്. അപ്പോൾ അച്ഛൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഉണ്ട്, EGHSഉം CGHSഉം. അപ്പോൾ ഞാൻ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി പോകുന്നത് CGHSിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് മരുന്ന് മേടിക്കുന്ന സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ച കണ്ടു. അപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ വെച്ചിട്ട് ഞാനത് കാണിക്കുന്നു. എനിക്കൊന്ന് ആ സ്കൈനെ കാണാൻ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ പോയത് എനിക്ക് തലവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മരുന്ന് മേടിച്ചു. പിന്നെ നമ്മളൊരു ഷോപ്പിൽ പോയി ഭക്ഷണം കഴിച്ചു. ദെൻ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ SK ഹോസ്പിറ്റലാണ്. അവിടെ പോയത് അമ്മേനെ കാണിക്കണമായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കും എന്താ പറയുക കാണണം മീൻസ് എനിക്കും ഡോക്ടറിനെ കാണിക്കണമായിരുന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കുഞ്ഞു പട്ടിക്കുട്ടിയല്ല, പട്ടീനെ കണ്ടപ്പോഴത്തേനും നായ്ക്കുട്ടീനെ കണ്ടപ്പോഴത്തേനും എനിക്കെന്തോ വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ വെറുതെ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തോ പ്രിൻ്റ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് മീൻസ് എനിക്ക് കണ്ണാടിക്ക് പവർ മീൻസ് കണ്ണാടിയുടെ പ്രശ്നമായത് കൊണ്ടാണ് ഗൈസ് എനിക്ക് തലവേദന വരുന്നത്. അപ്പോൾ അതിനുള്ള ഗ്ലാസ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അതായത് നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ അച്ഛൻ മിലിറ്ററി ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേഷൻ യൂണിറ്റ് ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നതും ഏകദേശം 1 മണി 2 മണി സമയം. ആ സമയത്ത് വന്നിട്ട് അവിടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു ഏകദേശം 1 മണിക്കൂറോളം. അതും പോരാഞ്ഞിട്ട് ഭയങ്കര ചൂടും കുറേ ആൾക്കാരും ഒക്കെ ആയിരുന്നു, ഭയങ്കര പോസ്റ്റായിരുന്നു. പക്ഷേ ഞാൻ വെറുതെ അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഓരോ കടകളൊക്കെ ചെന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ നോക്കി. ആൻഡ് ചെറുപയർ ഞാൻ എടുത്ത് നോക്കാൻ കാരണം ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിൽ കഞ്ഞി വെക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന സമയത്ത് പയറിന് അവിടെ 70 രൂപ അര കിലോ. അപ്പോൾ ഇവിടെ എത്ര രൂപയാണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ മുട്ടായി കാണുമ്പോൾ നിൽക്കുമല്ലോ ഞാൻ. പിന്നെ കണ്ട് കുറേ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ അച്ഛനമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ അങ്ങനെ വീഡിയോസൊന്നും ഞാൻ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ എടുത്തില്ല. എനിക്കറിയില്ലായിരുന്നു എടുക്കാൻ പറ്റുമില്ലേ എന്നുള്ളത്. ഇപ്പോഴും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ കാണിക്കുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ക്യാൻറ്റീൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സാധനമൊക്കെ വെച്ച് കൊടുക്കും. ഇതിപ്പോൾ പുതിയതായിട്ട് തുറന്നൊരു ക്യാൻറ്റീനാണ് കേട്ടോ. മീൻസ് ക്യാൻറ്റീനല്ല, ഈ ഒരു ഏരിയ കൊണ്ട് പുതിയതായിട്ട് അവർ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ട, മീൻസ് നേരത്തെ ടോക്കൺ എടുത്തിട്ട് നിൽക്കണോ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ കണ്ട ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയാണ്. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു ഈ വീഡിയോ എടുത്തോ നൈസാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ടോക്കൺ നമ്പേഴ്സൊക്കെ ഇട്ടു. ഞങ്ങൾ ടോക്കൺ എത്തി. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ചു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സെക്കൻഡ് ഡേ, അതായത് ഈ അടുത്ത ആഴ്ച മീൻസ് ഈ അടുത്ത ദിവസങ്ങൾ പോയതാണ്. അവിടെയും ഞാൻ പോസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പുറം നിങ്ങൾ കാണുന്ന ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെയും ടോക്കൺ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ഓൺലൈൻ എടുത്തിട്ടാണ് പോവാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ തന്നെ പോയി, രാവിലെ പോയി. പിന്നെ ഈ റൂട്ട് എനിക്കൊന്ന് നിങ്ങൾ റീൽസിലൊക്കെ ഫെമിലിയർ ആയിരിക്കും. ശാസ്താംകോട്ട ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ അവിടെ പഴം ഇരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്താണ് ഞാൻ കട്ട് ചെയ്യാൻ മറന്നത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എൻ്റെ ഫേവറേറ്റ് മസാല ദോശയാണ് കഴിച്ചത്. അച്ഛൻ പ്ലെയിൻ ദോശ ആണ് കഴിച്ചത്. അപ്പോൾ അച്ഛനും വട വാങ്ങിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് വട ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ വടയൊക്കെ കൂടിയിട്ട് ഒരു പിടി പിടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും നമ്മുടെ ക്യാൻറ്റീനിലെത്തിയപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഗൈസ്, ആദ്യം തുറന്ന് ആദ്യം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോലീസ് മാമൻ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്ത്, കാരണം ഇനി എങ്ങാനും പ്രശ്നമായാലും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വീഡിയോസ് ഞാൻ ഇന്നെടുത്തു. കാരണം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതെന്ത് ക്യൂട്ടായിട്ടുള്ള ബ്രഷല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ നേരത്തെ ബ്രഷ് എടുത്തുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് കുഞ്ഞു പിള്ളേരെ ആയതുകൊണ്ട് എനിക്ക് യൂസ് ആക്കാൻ പറ്റില്ല. അതുമല്ല അച്ഛൻ കണ്ട് എന്നെ കളിയാക്കും, അതിന് ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം തോന്നി. അത് കഴിഞ്ഞ് ഇത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ ആദ്യം ചെന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും, ഏതെടുക്കണം. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഒരു ലോഡ് കൊണ്ടുപോകുന്നുണ്ട്, ഞാൻ ഒരു ലോഡ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.